ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ തംബ്നെയിലിൽ കണ്ട പോലെ ഒരു പാക്കിംഗ് വ്ളോഗാണ്. ഞാൻ കഴിഞ്ഞ രണ്ട് ഷോർട്സ് ഇട്ടതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ട്രിപ്പ് വരുന്നുണ്ട്, നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്, പർച്ചേസിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രിപ്പ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ നമ്മൾ പോകുന്നത് ബാലിയിലേക്കാണ്. നമ്മളൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. കാരണം ഏട്ടൻ്റെ കുറച്ച് ലീവിൻ്റെ ഒക്കെ കുറച്ച് കല്യാണ സമയം എടുത്തുകൊണ്ട് തന്നെ ലീവൊക്കെ കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് കാരണമായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും അത് ഈ ഇയറിൽ നമ്മൾ പോകുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ പ്ലാനിങ് ഒക്കെ ചെയ്ത് അവസാനം ആ ദിവസം എത്തി. നാളെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ ഞാൻ ഏറെക്കുറെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് ഒരാൾക്ക് 7 കിലോ ആണ് കൊണ്ടുപോകാൻ പറ്റുക. നമ്മൾ എയർ ഏഷ്യയിലാണ് പോകുന്നത്. നമുക്ക് ക്യാബിൻ ലഗേജ് ആണ്, ചെക്കിൻ ലഗേജ് ഇല്ല. അപ്പം ഏട്ടൻ 7 കിലോ, എനിക്ക് 7 കിലോ ആണ്. നമ്മൾ പുതിയ സൂട്ട് കേസൊക്കെ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായത് കുറച്ച് വലുതാണ്, അത് നമുക്ക് പറ്റില്ല. അപ്പം രണ്ടാൾക്കും പുതിയ പെട്ടിയൊക്കെ വാങ്ങി. ഡ്രസ്സൊക്കെ ഞാനൊന്ന് ഒന്ന് അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് നമുക്ക് തൂക്കി നോക്കണം. 7 കിലോയിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സാധനം കുറക്കേണ്ടി വരും. കൂടില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പം സാധാരണ പോലെ തന്നെ ഞാനൊരു ലിസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലിസ്റ്റിൽ ഞാൻ കറക്റ്റ് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും മിസ്സാവാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് അവിടെയൊക്കെ പോയി നമുക്ക് എന്തെങ്കിലും മിസ്സായെങ്കിൽ എവിടെ നിന്ന് എന്താ കിട്ടുക എന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ 4 ദിവസത്തെ ട്രിപ്പാണ്. നമ്മൾ ഇവിടുന്ന് 21 ശനിയാഴ്ച പുലർച്ചെ രാവിലെ 12:30 നമുക്ക് നെടുമ്പാശ്ശേരി നിന്നാണ് ഫ്ലൈറ്റ്. അപ്പം ഇന്ന് വ്യാഴാഴ്ചയാണ്. നാളെ ഉച്ചയ്ക്ക് നമ്മൾ ഇവിടുന്ന് KSRTCക്കാണ് നെടുമ്പാശ്ശേരിക്ക് പോകുന്നത്. ഡയറക്റ്റ് KSRTC ഉണ്ട് കോഴിക്കോട് നിന്ന്. അവിടുന്ന് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. നമ്മളൊരു 7:30 ആകുമ്പോഴാണ് തോന്നുന്നത് അവിടെ എത്തുക. കറക്റ്റ് എനിക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗ് എന്തായാലും വഴിയേ വരും, ട്രാവലിംഗ് വ്ളോഗൊക്കെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണാം. അപ്പം പാക്കിങ് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. നാളെ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. 1 മണിയൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം എന്തൊക്കെയാണ് പാക്ക് ചെയ്യാനുള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ 4 ദിവസത്തെ ട്രിപ്പാണ്. 21 പോയിട്ട് 22 അവിടെ എത്തി. 23, 24, 25 ഫുൾ കറങ്ങി. 26 നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റ്. 27 നമ്മൾ ഇവിടെ എത്തും. അപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, നമുക്ക് കോഴിക്കോട് നിന്ന്, അതായത് നെടുമ്പാശ്ശേരിക്ക് മലേഷ്യയിലേക്കാണ്, കോലാലംപൂരേക്കാണ് ഫ്ലൈറ്റ്. അവിടുന്ന് പിന്നെ നമുക്ക് ബാലിയിലേക്ക്, അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അതാണ് വേറൊരു വലിയ സംഭവം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവം. ഫ്ലൈറ്റിൽ കയറാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതുവരെ നമുക്ക് പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഏട്ടൻ മുന്നേ പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റും കൂടിയാണ്. ആ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ ഇപ്പം നമുക്ക് പാക്കിംഗ് വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ പുതിയ 2 സൂട്ട് കേസ്. ഇതൊന്ന് സഫാരീൻ്റെതും ഇതൊന്ന് അമേരിക്കൻ ടൂറിസത്തിൻ്റെ എന്താണിതിൻ്റെത്, ക്യാമിലിയാൻറ്റ്. അതാണ്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇത് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മളൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് ഡാമേജ് ആയി. പിന്നെ റിട്ടേൺ അടിച്ചിരിപ്പോൾ വരാൻ ടൈം ആവുന്നതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് പോയി വാങ്ങി. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ 2 പെട്ടിയിലേക്ക് ഒതുക്കി വെക്കേണ്ടത്. കൂടുതലും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഡ്രസ്സ്, പിന്നെ 2 ചെരുപ്പുണ്ട്, ഇന്നർ വെയർ, ടവല്, പിന്നെ ഇതിൽ നമ്മുടെ എൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഈ 2 ബാഗിൽ വരുന്നത്. ഐലൈനർ, കൺമിഷി, അങ്ങനെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ പോലെ. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ബാഗ് കൊണ്ടുപോകുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അവിടുന്ന് നമ്മളിപ്പോൾ വാട്ടർ സ്പോർട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ പോകുമ്പോൾ, ഹോട്ടലിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യേണ്ടിയിട്ടുള്ള ബാഗാണ്. നിങ്ങൾക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. അതിവിടെ റോഡിൽ പണി നടക്കുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ്. അപ്പം എന്തായാലും ഞാൻ ഇതൊക്കെ കൂടി ഒന്ന് ഈ പെട്ടിയിലേക്ക് പാക്ക് ചെയ്യട്ടെ.
ഇത് ആദ്യത്തെ പെട്ടി പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിലൊക്കെ നമ്മൾ നല്ല, അതായത് ഔട്ടിങ്ങിന് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ വെച്ചു. ഈ സൈഡിൽ നമുക്ക് റൂമിൽ നിന്ന് ഇടാനും പൂളിലൊക്കെ ഇറങ്ങുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും, പിന്നെ ഞാൻ ഈ ബാഗിലേക്ക് നമ്മളെ ചെരുപ്പും കൂടി ആക്കിയിട്ട് വെച്ചു. ഇനി ഇതൊന്ന് തൂക്കി നോക്കട്ടെ എത്രയുണ്ട് എന്ന്. 7 കിലോയിൽ കൂടുതലുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരും. എന്തായാലും നോക്കട്ടെ. അപ്പം ഇതാണ് നമ്മൾ തൂക്കാൻ നോക്കുന്നത്. ഒന്ന് തൂക്കട്ടെ. ഈ പെട്ടി സെറ്റായി. ഇത് 7 കിലോ ഇല്ല, 6 കിലോവും 820 അങ്ങനെ എങ്ങാറ്റേ ഉള്ളൂ. എന്തായാലും 7 കിലോയിൽ കുറവുണ്ട്. അപ്പം ഇനി ഈ പെട്ടിയിലേക്കാണ് ഇനി ബാക്കി പാക്ക് ചെയ്യേണ്ടത്. 2 പെട്ടി അത്യാവശ്യം നല്ലോണം ഇഷ്ടമായി. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നല്ലോണം കൊള്ളുന്നുമുണ്ട്, പിന്നെ കാണാനും നല്ല ക്യൂട്ടല്ലേ നോക്കിയേ. എന്തായാലും ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കിയൊക്കെ കൂടി പാക്ക് ചെയ്യട്ടെ. ഈ പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ പോലെ തന്നെ നമ്മുടെ ഔട്ടിങ്ങിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ 2 സെറ്റ് എവിടെയും വെച്ചു. പിന്നെ ബാക്കി നമ്മുടെ റൂമിൽ നിന്നിട്ടുണ്ടതും, പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ മേക്കപ്പ് പൗച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സൈഡിലും വെച്ചു. ഇനി ഇതും കൂടി തൂക്കി നോക്കിയിട്ട് 7 കിലോയിൽ കുറവാണെങ്കിൽ സെറ്റ്. എന്തായാലും തൂക്കി നോക്കട്ടെ. അപ്പോൾ 2 പെട്ടി സെറ്റാണ്. രണ്ടാമത്തെ പെട്ടി 6.750 2 7 കിലോയിൽ കൂടുതൽ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും പ്ലാനിങ് ഒക്കെ പോലെ തന്നെ, പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പാക്കിങ്ങിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി വരുന്ന വീഡിയോസൊക്കെ മിസ് ചെയ്യാണ്ട് കാണണം. അതിൽ നമുക്ക് ബാലിയിലെ മുഴുവൻ വിശേഷങ്ങളും കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ